ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് ഭീഷണിയുമായി ജിതിൻ റാം മാഞ്ചി. പ്രതീക്ഷിച്ച സീറ്റ് നൽകിയില്ലെങ്കിൽ 20 സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച അധ്യക്ഷൻ ജിതിൻ റാം മാഞ്ചി പറഞ്ഞത്. 8 സീറ്റുകളോളമാണ് പാർട്ടിക്ക് എൻഡിഎ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത്തവണ സീറ്റ് ചർച്ചകൾക്കിടയിൽ പാർട്ടിക്ക് 15 സീറ്റുകൾ നൽകണമെന്നായിരുന്നു മാഞ്ചിയുടെ ആവശ്യം. 15 സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കരുത്ത് തെളിയിക്കാനാകുമെന്നാണ് മാഞ്ചിയുടെ വിലയിരുത്തൽ. തങ്ങൾ സീറ്റ് ആവശ്യപ്പെടുകയല്ല, അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നതെന്ന് മാഞ്ചി പറഞ്ഞു. ഞങ്ങൾ എല്ലാ കാലവും എൻഡിഎയെ പിന്തുണച്ചു. അർഹിക്കുന്ന ബഹുമാനം കിട്ടിയാലേ പാർട്ടിക്ക് ഉയർച്ചയുണ്ടാവുകയുള്ളൂ. സീറ്റ് ചർച്ചയിൽ ലോക് ജനശക്തി പാർട്ടി നേതാവ് ചിരാഗ് പാസ്വാനും അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. 20 മുതൽ 22 സീറ്റുകളിൽ വരെ മത്സരിക്കാൻ തയ്യാറാണെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും സീറ്റ് വിഭജന ചർച്ചകൾ കടുത്തപ്പോൾ നിലപാട് മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനാകില്ല എന്ന തിരിച്ചറിവുള്ളതുകൊണ്ട് ആവശ്യപ്പെടുന്ന സീറ്റുകൾ ലഭിക്കുമെന്നാണ് സഖ്യകക്ഷികൾ പ്രതീക്ഷിക്കുന്നത്. ബീഹാറിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 2 ദിവസം മാത്രം ശേഷിക്കെ ഭരണമുന്നണിയായ എൻഡിഎയിൽ ഭിന്നത രൂക്ഷം. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് അനുവദിച്ച 4 സീറ്റുകളിൽ നിതീഷ് കുമാറിന്റെ JDU സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പാസ്വാന് അനുവദിച്ച മറ്റൊരു സീറ്റിൽ മത്സരിക്കുമെന്ന് രാഷ്ട്രീയ ലോക് മോർച്ച പാർട്ടി നേതാവ് ഉപേന്ദ്ര കുശ്വാഹയും പ്രഖ്യാപിച്ചു. BJPയുടെ ഏകപക്ഷീയമായ സീറ്റ് വിഭജനത്തിൽ ഹിന്ദുസ്ഥാനി അവോമി മോർച്ച നേതാവും കേന്ദ്രമന്ത്രിയുമായ ജിതിൻ റാം മാഞ്ചിയും അതൃപ്തി പരസ്യമായി പ്രകടമാക്കി. ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് BJP അനുവദിച്ച സോൻഹർഷ, രാജ്ഗീർ, ഏക്മ, മോർവ സീറ്റുകളിലാണ് JDU ബുധനാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇതടക്കം 57 സീറ്റിൽ JDU സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 101 സീറ്റുകളാണ് JDUവിന് BJP അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 14 സീറ്റുകൾ BJP ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചതിൽ JDU നേതൃത്വം അതൃപ്തിയിലാണ്. ചിരാഗ് പാസ്വാന്റെ പാർട്ടിക്ക് അനുവദിച്ച ബോധ്ഗയ, മഗ്ദംപൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് ജിതിൻ റാം മാഞ്ചി പ്രഖ്യാപിച്ചു. 6 സീറ്റിൽ ഒതുക്കിയതിൽ ഉപേന്ദ്ര കുശ്വാഹ കടുത്ത പ്രതിഷേധത്തിലാണ്. കൂടുതൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് നിലപാടെടുത്ത കുശ്വാഹയുടെ BJP നേതൃത്വം ബുധനാഴ്ച ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു. ഇക്കുറി എൻഡിഎയിൽ കാര്യങ്ങൾ ഭദ്രമല്ലെന്ന് ഡൽഹിക്ക് തിരിക്കും മുമ്പ് കുശ്വാഹ മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം BJP 12 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം 71 സീറ്റിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ആകെ 101 സീറ്റിലാണ് BJP മത്സരിക്കുന്നത്.